ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് എൻ്റെ ഇതിൽ സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷ കർത്തദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. വളരെ പ്രാർത്ഥനയോട് തന്നെ തുറന്ന സമയങ്ങൾ നമുക്കൊരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുവാൻ വെളിവിനാൽ ദൈവം അവസരം നൽകേണ്ടതിന് പ്രാർത്ഥനയോട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് വാസ്തവമായിട്ട് അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ പല പ്രിയപ്പെട്ട ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നുപോയ ദിവസങ്ങളാണ്. പലരെയും കർത്താവ് ആരോഗ്യത്തോട് ഇന്ന് പകൽ ഈ ആലയത്തിൽ ആരാധനയ്ക്കായി കൂട്ടിവരുത്തി. ഇന്ന് പകലും നമ്മോടൊപ്പം കടന്നു വരാൻ കഴിയാതിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തും നമുക്ക് സ്തോത്രം ചെയ്യാൻ വരും ദിവസങ്ങൾ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരങ്ങൾ നൽകേണ്ടതിന് പ്രാർത്ഥനയോട് തന്നെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വേഗത്തിൽ ഒരു ചെറിയ ചിന്ത ദൈവങ്ങൾക്കോട് പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നിലവിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രൊഫസർ കെ ജോസഫ് കർത്താദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്നിലൂടെ നമുക്ക് ദൈവവചനം കേൾക്കേണ്ടതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അധികം ദീർഘം ഉണ്ടാകാതെ വേഗത്തിൽ തന്നെ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാറിനെ ഞാൻ അവസാനമായിട്ട് പരിചയപ്പെടുത്താൻ കർത്താവ് നമ്മളെ സഹായിക്കണം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കാം. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും ഏറ്റവും പരിചിതമുള്ള ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും തന്നെ കാണാപ്പാഠം അറിയാവുന്ന സങ്കീർത്തനമാണ്. മാത്രവുമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത, ആദ്യമായി വേദപുസ്തകം ഒരു വാക്യം കാണാതെ പഠിക്കുമ്പോൾ നോർമലി ആൾക്കാരൊക്കെ പഠിച്ചിട്ടുള്ള വാക്യം ഏത് വാക്യമാണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ വാക്യത്തിലാണ് നമ്മൾ പലപ്പോഴും തുടങ്ങുന്നത് വേദപുസ്തക പഠനം. അങ്ങനെയെങ്കിൽ യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ സങ്കീർത്തനം ഓരോ വാക്കുകൾ എടുത്താൽ പോലും അതിനകത്ത് ഒത്തിരി ആശയ സമ്പുഷ്ടമായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി. എ. തോമസ് ആ കർത്തദാസൻ ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. 23-ാം സങ്കീർത്തനം 23 പാസ്റ്റർമാര് 23 പ്രാവശ്യം പ്രസംഗിച്ചാലും 23 ആശയം കിട്ടും. അങ്ങനെയെങ്കിൽ വളരെ ആഴമുള്ള ഒരു മനോഹരമായ ഒരു ചെറിയ സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഞാൻ അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രം ദൈവമക്കളോട് ഓർപ്പിച്ച് വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മതി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇംഗ്ലീഷോട് ആ ഭാഗം ഒന്ന് വായിച്ചോളൂ. വേഴ്സ് 6. Surely goodness and mercy shall follow me all the days of my life. എൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ നന്മയും കരുണയും എന്നെ പിന്തുടരും. ഒന്നോർക്കണം, ആരെയാണ് പിന്തുടരുന്നത്? 1-ാം വാക്യത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു. ദൈവം ഇടയനാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നന്മയും കരുണയും അവരെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. 1 വർഷത്തേക്കെന്നോ 2 വർഷത്തേക്കെന്നോ ഇത്ര കാലാവധി എന്ന് പറഞ്ഞ് പരിമിതിപ്പെടുത്തിയിട്ടില്ല. ആയുഷ്കാലമൊക്കെയും നന്മയും കരുണയും പിന്തുടരും. എന്നാൽ ഈ സങ്കീർത്തനം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക, ആ ഇടയനുമായിട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേക രീതി അവിടെ പറഞ്ഞിട്ടുണ്ട്. 1, ഇടയൻ മുമ്പേ പോകുന്നു. 2, ആട് ഇടയൻ്റെ പിന്നാലെ പോകുന്നു. 3, നന്മയും കരുണയും ഈ ആടിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓർഡർ തെറ്റരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഇടയൻ മുമ്പ്, ആട് പിൻപ്, ആടിൻ്റെ പിൻപ് നന്മ. ഒരു വേർഷനിൽ ഞാനത് വായിച്ചു വന്നപ്പോൾ എനിക്ക് അല്പം രസകരമായിട്ട് തോന്നി. അതിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ട്രൈ ടു ഓവർടേക്ക് യു. നന്മയും കരുണയും നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ചിന്ത എൻ്റെ മനസ്സിലൂടെ വന്നത് പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിച്ചേക്കാം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്യാൻ വന്നാൽ നമ്മളെന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഉത്തരം തരാം. സൈഡ് ഒതുങ്ങി കൊടുക്കുക, നന്മയും കരുണയും കയറിപ്പോകട്ടെ ആണോ? വേദപുസ്തകത്തിൻ്റെ ക്രമം മറക്കരുത്. ഇടയൻ മുമ്പ്, ആട് പിന്നെ, ആടിൻ്റെ പിന്നാലെ നന്മ. എന്നാൽ ഈ നന്മയും കരുണയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു കാരണവശാലും സൈഡ് കൊടുക്കരുത്. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാം. സൈഡ് കൊടുത്താലുള്ള കുഴപ്പം
ഒരു 25 വർഷം പുറകിൽ നടന്നൊരു സംഭവം ഞാൻ ഓർപ്പിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് ആശയം മനസ്സിലാകും. ഞാൻ അന്നൊരു സഭയുടെ ശുശ്രൂഷകനായിരുന്ന കാലത്ത് ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാനും ആ സഭയിലെ ഒരു സഹോദരനും കൂടെ യാത്ര ചെയ്തു. ആ സഭയിലെ സഹോദരിയുടെ മാതാവ് മരിച്ചതാണ്, അല്പം മകലയാണ്. ഞങ്ങൾ ബൈക്കിൽ ആ വീട്ടിൽ എത്തിച്ചേർന്നു. വീട്ടിൽ നിന്ന് ബോഡി എടുത്തു. സെമിത്തേരിയിലേക്ക് പോകാനായിട്ട് ആ സഹോദരൻ അല്പം നിർബന്ധം, ഞങ്ങൾ സെമിത്തേരിയിൽ എത്തണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വരാം, സെമിത്തേരിയിലേക്ക് വരാം. ഇന്നത്തെ കാലമല്ല, 25 വർഷം പുറകിലോട്ട് നോക്കുമ്പോൾ ഇന്നത്തെ ശവടക്കം എന്നൊക്കെ പറഞ്ഞൊരു ആഘോഷമാണ്. ആംബുലൻസ് കാണും, ഗായക സംഘം കാണും, പിന്നെ പരേതരുടെ ഫോട്ടോ ഒട്ടിച്ച വാഹനങ്ങളുടെ ഒരു നീണ്ട നിര. ആ കാലത്ത് അതൊന്നുമില്ല. മാത്രമല്ല, ആ കുടുംബത്തിന് അതിനുള്ള പ്രാപ്തിയുമില്ല. അന്ന് കാലത്ത് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് ആംബുലൻസിലല്ല, ജീപ്പേല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പ്രായമുള്ളവർക്കൊക്കെ ഒരുപക്ഷെ ശരിയാ. ജീപ്പേൽ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നു. സെമിത്തേരി ഇന്നടത്താണെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ മനസ്സിലായില്ല, പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ജീപ്പിന്റെ പുറകെ ഞങ്ങൾ വന്നോളാം. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ബോഡി എടുത്തു. ഞങ്ങൾ ജീപ്പിനെ വിടാതെ തൊട്ട് നിൽക്കുന്നു. ഒടുവിൽ ഞങ്ങൾ മെയിൻ റോഡിലെത്തി. മെയിൻ റോഡിലെത്തിയപ്പോൾ ബസ്സുകൾ ധാരാളം ഓടുന്നു. ഞങ്ങൾ തൊട്ട് പുറകിൽ തന്നെ പോകുന്നെങ്കിലും അല്പം മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ബസ് പുറകിൽ ഹോൺ അടിച്ച് ഒരു നിവൃത്തിയുമില്ല. സൈഡ് കൊടുക്കാതെ ഞാൻ മാക്സിമം ജീപ്പിനോട് ചേർന്ന് വന്നെങ്കിലും ഈ ബസ് ഞങ്ങളെ മുട്ടുവന്ന പരുവം വന്നപ്പോൾ ഞങ്ങൾ സൈഡ് ഒതുക്കി. ബസ് ഞങ്ങളുടെ മുമ്പിൽ കയറി. അല്പം മുമ്പോട്ട് ചെന്നു. ബസ്സിന്റെ പുറകെ തന്നെ ഞങ്ങൾ പോവുകയാണ്. ബസ് എന്നൊരു സ്റ്റോപ്പിൽ അങ്ങ് നിർത്തി. ഞങ്ങൾക്ക് ഒരു തരത്തിലും കയറി പോകാൻ പറ്റുന്നില്ല. സൈഡ് വഴി നോക്കിയപ്പോൾ എതിരെ ബസ് വരുന്നു, മറ്റു വാഹനങ്ങൾ വരുന്നു. ഞങ്ങൾ അവിടെ നിന്നു. ബസ് വിട്ടു, ഞങ്ങളും പോയി. ജീപ്പ് കാണാനില്ല. ജീപ്പ് വളരെ മുമ്പിൽ പോയി. അല്പം ചെന്നപ്പോൾ ഒരു നാൽക്കവലയിലെത്തി. വഴി 3ആയിട്ട് പിരിയുന്നു. ഈ ഡെഡ് ബോഡിയും കൊണ്ട് പോയ ജീപ്പ് ഏത് വഴിയാ പോയെന്ന് ഒരു വിവരവും ഇല്ല. അവിടെ ഒരു കടക്കാരനോട് ചോദിച്ചു, ഇതുവഴി ഒരു ബോഡി കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്താണെങ്കിൽ പാട്ടുണ്ട്, ആരവാരം ബഹളമൊക്കെ ഉണ്ട്. ഇന്ന വഴി ആയിരിക്കുമെന്ന് കരുതി ഞങ്ങൾ ഒരു വഴിയിൽ കൂടെ കുറേ ദൂരം മുന്നോട്ട് പോയി. ഒരു മാർഗവുമില്ല, തിരിച്ചു പോന്നു. പിന്നീട് തിരിച്ചു വന്ന സഹോദരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒത്തിരി പാടുപെട്ടു. എന്നാലും പാസ്റ്റർ സെമിത്തേരി വരാതെ പോയല്ലോ. ആ സഹോദരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ അല്പം പ്രയാസപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് അവസാനം ബോധ്യം വന്നു. ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ കഴിയാൻ? ഓവർടേക്ക് ചെയ്യാൻ വന്നതിന് സൈഡ് കൊടുത്തു. ഞാൻ ഈ വിഷയത്തിലേക്ക് വന്ന് പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. നന്മയും കരുണയും ഓവർടേക്ക് ചെയ്യാൻ വരുമ്പം എന്ത് ചെയ്യരുത്? സൈഡ് കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങൾക്ക് ആരെ നഷ്ടപ്പെടും? ആരെ നഷ്ടപ്പെടും മക്കളെ? ഇടയനെ നഷ്ടപ്പെടും. എൻ്റെ മുമ്പിൽ പിന്നെ ആരാ? നന്മയും കരുണയും എൻ്റെ മുമ്പിൽ നിൽക്കും, ഇടയൻ എൻ്റെ മുമ്പിലില്ല. ഞാൻ ചോദിച്ചോട്ടെ, നമുക്കേതാ വലുത്? ഇടയനാണോ വലുത്, ഇവിടുത്തെ നന്മയും കരുണയുമാണോ? ഓർഡർ തെറ്റിക്കാതെ ജീവിച്ചാൽ അതാ നല്ലത്. നന്മയും കരുണയും ദൈവത്തെ സേവിക്കുന്ന ഒരുത്തിന് ദൈവം ചെയ്ത വാഗ്ദത്തമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും അടിസ്ഥാനമായി നമുക്ക് എന്തൊക്കെ ഈ ഭൂമിയിൽ ആവശ്യമുണ്ടോ അതെല്ലാം തരാമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവ് തന്നിരിക്കും. ഞാൻ വീണ്ടും ആ ഭാഗം പറയുന്നു, യഹോവ എൻ്റെ ഇടയൻ. ഇടയൻ്റെ പിന്നാലെ പോകുന്ന ആടിൻ്റെ പിന്നാലെ നന്മയും കരുണയും കടന്നു വന്നുകൊണ്ടേയിരിക്കട്ടെ. എവിടെയെങ്കിലും ഞാൻ ഈ നന്മയ്ക്കും കരുണയ്ക്കും സൈഡ് കൊടുത്ത് മുമ്പിൽ കയറ്റിയാൽ, ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് എൻ്റെ ഇടയൻ്റെ മുഖം നഷ്ടമാകും. ഇടയൻ പോകുന്ന വഴി എനിക്ക് നഷ്ടമാകും. ഞാൻ പിന്നെ ഊഹത്തിലായിരിക്കും പോകുന്നത്, എത്തേണ്ടിടത്ത് എത്തത്തില്ല. ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാവിലൊരു ദൂത് പറയുന്നു, നിത്യതയിൽ എത്തണമെങ്കിൽ നന്മയും കരുണയും എൻ്റെ പുറകിൽ നിർത്തണം. എൻ്റെ മുമ്പിൽ എപ്പോഴും നിൽക്കേണ്ടത് എൻ്റെ ഇടയനാണ്. ദാവീദ് സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, എൻ്റെ മുമ്പിൽ മറ്റൊന്നും വേണ്ട, എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയണം, കർത്താവേ എനിക്ക് അങ്ങ് മതി, അത് കഴിഞ്ഞു മതി മറ്റെന്തും. ഞാനൊരു കാര്യം കൂടെ ഇടയ്ക്കൊന്ന് കെട്ടി പറഞ്ഞോട്ടെ, ഈ നന്മയും കരുണയും ഓവർടേക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ സ്പീഡ് കുറയുമ്പോഴാണ്. ആത്മീയ ജീവിതത്തിൽ ദൈവമക്കളെ സ്പീഡ് കുറയ്ക്കല്ലേ. ഞാൻ എവിടെയെങ്കിലും സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നന്മയും കരുണയും എൻ്റെ മുമ്പിൽ കയറും. നമ്മളെപ്പോഴും പറഞ്ഞോണം, കർത്താവേ അങ്ങ് പോകുന്ന വേഗതയിൽ പോകാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ കർത്താവ്
എനിക്കൊരു വഴി തന്നിട്ടുണ്ട്, ഒരു സ്പീഡ് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ആ പമ്മി നിൽക്കരുത്, അല്ലെങ്കിൽ ഞാൻ ചെറുക സ്പീഡ് കുറയ്ക്കല്ലേ, ഇടത്തോട്ടും വലത്തോട്ടും ചുറ്റുവട്ടത്തേക്ക് നോക്കി അതും ഇതും കണ്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ രീതിയിലേക്ക് എൻ്റെ സ്പീഡ് കുറഞ്ഞു പോയാൽ എന്നെ പലതും ഓവർടേക്ക് ചെയ്യും, എനിക്ക് എൻ്റെ ഇടയനെ നഷ്ടമാകും. ഒരു ഉദാഹരണം വചനത്തിൽ നിന്നോട് എടുത്ത് കാണിച്ച് എൻ്റെ മക്കൾ അവസാനിപ്പിക്കാം. നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് വായിക്കണമെന്നില്ല. എലീശ പ്രവാചകൻ സൗഖ്യമാക്കിയ നയമാൻ, ചരിത്രമൊക്കെ നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. സൗഖ്യമാക്കി പറഞ്ഞു വിട്ടപ്പോൾ നയമാൻ പറഞ്ഞു, ഞാൻ ചില സമ്മാനങ്ങൾ തരാം, എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഫോറിൻ ഐറ്റംസ് ഒക്കെ തരാമെന്ന് പറഞ്ഞപ്പം എലീശ പറഞ്ഞു, ഒന്നും ഇവിടെ വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ പുറകെ പോയൊരു ഗേഹസിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നയമാൻ പോയ വഴിയിൽ കൂടെ, ഷോർട്ട് കട്ട് വഴിയിൽ കൂടെ കയറി ചെന്ന് നയമാനെ തടഞ്ഞു നിർത്തി. ഇപ്പോൾ തന്നെ എഫ്രൈം മലനാട്ടിൽ നിന്ന് ചില ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ അല്പം ആ സാധനങ്ങൾ തരണമെന്ന് യജമാനൻ പറഞ്ഞു വിട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗേഹസി സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വരുന്ന വരവ് ചിലർക്ക് അറിയാമല്ലോ. കൊണ്ടുവന്ന ആ നയമാന്റെ ബാല്യക്കാരോട് പറഞ്ഞു, അങ്ങ് വരെ വരണ്ട. പകുതി വഴി വന്നപ്പോൾ ഇവന്റെ വീട്ടുപടിക്കൽ എത്തിയപ്പോൾ പറഞ്ഞു, ഇവിടെ അങ്ങ് ഇറക്കിയേര്. ഇവൻ സാധനമെല്ലാം വീട്ടിലെടുത്തു വെച്ചു. ഒന്നും അറിയാത്ത മട്ടിൽ എലീശയുടെ മുമ്പിൽ ചെന്ന് വന്നു. എലീശ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? നീ എവിടെ ആയിരുന്നു? അവന്റെ മറുപടി എന്താ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രവചനാത്മാവിൽ ആ പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചു, നീ ആ മനുഷ്യന്റെ പുറകെ പോയത് ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്നു. നീ ഇപ്പം എന്തോ കൊണ്ടാ വന്ന? നിനക്ക് കുറെ നന്മ കിട്ടി, പക്ഷെ നീ ആരെ എടുത്ത് മാറ്റി? ദൈവത്തെ മാറ്റി. നിനക്ക് എന്തുണ്ട്? നന്മയുണ്ട്. ആ ഭാഗം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഗേഹസി ആരായി മാറി? കുഷ്ഠരോഗിയായി മാറി. എന്നോർത്ത് നോക്കണം. ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങൾ ഈ നയമാൻ കൊടുത്തു. ഈ വസ്ത്രവും ഇട്ട് ഗേഹസി ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നാളെ സഭായോഗത്തിന് പോകുമ്പം നോക്കിക്കോണം, ഞാൻ ആ വേഷമൊക്കെ ഇട്ട് അങ്ങോട്ട് ചെല്ലും. ആൾക്കാരോട് ചോദിക്കും, ഇത് എവിടെ കിട്ടി? ഇതാ ദൈവത്തെ സേവിച്ചതിൻ്റെ നന്മ, ഇങ്ങനെ വേണം ദൈവത്തെ സേവിച്ചാൽ എന്നൊക്കെ ഞാൻ പലരോട് പറയും എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചതെല്ലാം വെച്ചുകൊണ്ടിരുന്നു. ഇപ്പം ശരീരം മുഴുവൻ എന്തായി? നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിലെ പ്രമാണം അനുസരിച്ച് കുഷ്ഠരോഗിക്ക് പാളയത്തിന് പുറത്ത് സമൂഹത്തിൽ വരാൻ അവകാശമില്ല. ഈ വസ്ത്രത്തിൽ ഒരെണ്ണമെങ്കിലും ഗേഹസിക്ക് ഇടാൻ കഴിഞ്ഞോ? ഒരുപക്ഷെ ഇട്ട് കാണും, ഇട്ടുകൊണ്ട് വീട്ടിൽ ഇരുന്ന് കാണും. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാ ഗേഹസി കുഷ്ഠരോഗിയായത്? എന്താ വലിയ മാരക പാപം ചെയ്തോ? നന്മയും കരുണയും തനിക്കും ദൈവത്തിനും ഇടയ്ക്ക് വന്നു കയറി. ഈ പകൽ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ദൈവമക്കളെ ഓർപ്പിച്ചോട്ടെ, നമ്മുടെ ഇടയ്ക്ക്, ദൈവത്തിനും എനിക്കും ഇടയ്ക്ക് നന്മയും കരുണയും കയറരുത്. ഈ ലോകത്തിന്റെ ഭൗതികമായ ഒന്നും എനിക്കും എൻ്റെ ദൈവത്തിനും ഇടയ്ക്ക് കയറരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആയുസ് എത്ര എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. നാളെ നമ്മൾ ഇവിടെ കാണുമോ, അടുത്ത വർഷം ഇവിടെ ഉണ്ടോ, ഒന്നും ആർക്കും പറയാൻ കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം പറയണം, കർത്താവേ, എൻ്റെ ആയുഷ്കാലമൊക്കെ എനിക്ക് അങ്ങയെ പിന്തുടരണം. എനിക്കും അങ്ങയ്ക്കും ഇടയിൽ ഒന്നും ഉണ്ടാകാൻ അനുവദിക്കരുത്. നന്മയും കരുണയും വന്നോട്ടെ, അതെൻ്റെ പുറകിൽ നിൽക്കട്ടെ. ഞാൻ അതിനെ എൻ്റെ മുമ്പിൽ കയറി യാത്ര ചെയ്യാൻ അനുവദിക്കത്തില്ല. ഈ പകൽ എത്ര പേർക്ക് ആ ഒരു തീരുമാനം ധൈര്യത്തോടെ എടുക്കാൻ കഴിയും? ചിലപ്പോൾ ചോദിക്കും, ഭാഷ ഭൂമി ജീവിക്കണ്ടേ? ജീവിക്കണം. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ വചനം തുടങ്ങുന്നത് തന്നെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഇടയനാക്കാമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് പറയുന്ന ഒരു വാക്കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു യേശുവിൽ തൻ്റെ ദാനത്തിനൊത്തവണ്ണം തീർത്തു തരാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ പറ, എൻ്റെ ഈ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ അത് തീർത്തു തരാൻ കഴിയുന്നൊരു ദൈവം എനിക്കുണ്ട്. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് പറയണം, യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് തീർക്കുന്നൊരു ദൈവം എനിക്കുണ്ട്. എനിക്കും എൻ്റെ ദൈവത്തിനും ഇടയിൽ മറ്റൊന്നും കയറി വരാൻ ഞാൻ അനുവദിക്കത്തില്ല. കൃപ, ദൈവകൃപ. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കും എൻ്റെ ദൈവത്തിനും ഇടയിൽ
ഒന്നും വരരുത്. ഞാൻ വീണ്ടും പറയുന്നു, അത് നന്മയും കരുണയും. നിങ്ങളുടെ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ജോലിയാകട്ടെ, ഈ ഭൗതിക ലോകത്തിലെ എന്തുമാകട്ടെ, ഒന്നും നിങ്ങൾക്കും ദൈവത്തിൻ്റെ ഇടയിൽ കയറി വരാൻ അനുവദിക്കരുത്. എൻ്റെ വാക്കോട് അവസാനിപ്പിക്കട്ടെ. ആ വാക്ക് എന്നോട് പറയുന്നു, എനിക്കും ദൈവത്തിനും ഇടയിൽ മറ്റെന്തെങ്കിലും കയറിയാൽ എൻ്റെ ലക്ഷ്യം നഷ്ടപ്പെടും. എൻ്റെ ഇടയൻ എനിക്ക് മറയും. ഇടയൻ പോകുന്ന വഴി എനിക്ക് തിരിച്ചറിയാൻ കഴിയാതാകും. ഞാൻ ഇവിടെ ചിലതൊക്കെ നേടി, ഗേഹസിയെ പോലെ ചില നന്മയും കരുണയും അതിൻ്റെ കൂമ്പാരത്തിന്മേൽ എനിക്ക് ഒരു പക്ഷേ ആശ്വസിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെങ്കിൽ എൻ്റെ നിത്യത നഷ്ടപ്പെട്ടു പോകും. നമുക്ക് വലുത് നിത്യത. ദൈവം വിളിച്ചത് നിത്യതയിലെത്തിക്കാൻ. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. അതിൻ്റെ സെക്കൻഡ് പാർട്ടോട് വായിച്ചോളൂ. 6-ാം വാക്യം. എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരട്ടെ. ഞാൻ എൻ്റെ ദൈവത്തെ പിന്തുടരട്ടെ. നന്മയും കരുണയും എന്നെ പിന്തുടരട്ടെ. എനിക്കും എൻ്റെ ദൈവത്തിനുമിടയിൽ ഒരിക്കലും നന്മയും കരുണയും കയറാൻ ദൈവമേ അവിടുന്ന് അനുവദിക്കരുത്. അങ്ങനെ ചെയ്താലുള്ള ഗുണം. വായിച്ചോളൂ, എൻ്റെ കണ്ടിന്യൂഷൻ വായിച്ചോളൂ. ഞാൻ യഹോവയുടെ ആലയത്തിൽ, ഇംഗ്ലീഷ് വായിച്ചേക്കുന്നത് ഒന്ന് വായിച്ചോ, ഇംഗ്ലീഷിലൂടെ വായിക്കാം. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. ദൈവത്തിന്റെ വീട്ടിൽ ഞാൻ എന്നും വസിക്കും. ഏതാ മക്കളെ ദൈവത്തിന്റെ വീട്? സ്വർഗം. അവിടെ എന്നും വസിക്കണമെങ്കിൽ ഈ ഓർഡർ തെറ്റരുത്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് എന്നും വസിക്കേണ്ട വീടതാ. ഇവിടുത്തെ വീടൊന്നും ശാശ്വത വീടല്ല. നമ്മുടെ മരണം വരെ ഉള്ളൂ നമ്മുടെ വീടൊക്കെ. അവസാനം വീട്ടിൽ നിന്ന് വെട്ടിയെടുത്തുകൊണ്ട് ഇറങ്ങും. പണിത വീടാ, ലക്ഷങ്ങൾ മുടക്കിയതാ, കാര്യമൊക്കെ ശരിയാ, നമ്മുടെ പേരിലാ വീട്. ശ്വാസം പോയി കഴിഞ്ഞാൽ അധികം നേരം ഒന്നും അവിടെ വെച്ചോണ്ടിരിക്കത്തില്ല. മാക്സിമം 3-4 മണിക്കൂറായിരിക്കും ആ വീട്ടിൽ. അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് പോവുക. അതുകൊണ്ട് ഓർത്തോണം, നിത്യ വീട് നിത്യതയാണ്. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം, ഇംഗ്ലീഷിൽ പറഞ്ഞ forever, എന്നും എന്നും എനിക്ക് വസിക്കാനുള്ളൊരു വീടുണ്ട്. നിത്യതയിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വീട് ഒരുക്കിയിട്ടുണ്ട്. ആ വീട്ടിലെത്തണമെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ഓർഡർ തെറ്റരുത്. ഇടയന്റെ മുഖത്ത് നോക്കി യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിലെത്താം. ഇല്ല എങ്കിൽ നന്മയും കരുണയുടെയും പിന്നാലെ പോയി എവിടെയെങ്കിലും ഒതുങ്ങേണ്ടി വരും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് നിത്യതയിൽ ആ വീട്ടിൽ അങ്ങയോടൊപ്പം എന്നും വസിക്കണം. കർത്താവേ, ഈ ഭൂമിയിൽ ഞാൻ പാർക്കുമ്പോൾ എനിക്ക് വേണ്ടത് തരാമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതും മതി കർത്താവേ. ഒന്നിനും മുട്ടില്ലാതെ നടത്താൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ ആ ദൈവം വേണ്ടത് തക്ക സമയത്ത് തരും. വലിയവനായ കർത്താവ് നമുക്ക് അതിനിട വരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കട്ടെ. ദൈവം നമ്മളെ ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.